പ്രൈസ് ദി ലോർഡ്. വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന. അധ്യായം 11, 3 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. ചാക്കുടുത്ത് 1260 ദിവസം പ്രവചിക്കാൻ ഞാൻ എൻ്റെ 2 സാക്ഷികൾക്ക് അനുവാദം കൊടുക്കും. അവർ ഭൂമിയുടെ നാഥൻ്റെ മുമ്പിൽ നിൽക്കുന്ന 2 ഒലിവ് മരങ്ങളും 2 ദീപപീഠങ്ങളുമാണ്. ആരെങ്കിലും അവരെ ഉപദ്രവിക്കാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവരെ ഉപദ്രവിക്കാൻ പുറപ്പെടുന്നവർ ഇങ്ങനെ കൊല്ലപ്പെടണം. തങ്ങളുടെ പ്രവചന ദിവസങ്ങളിൽ മഴ പെയ്യാതിരിക്കാൻ ആകാശം അടയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട്. ജലാശയങ്ങളെ രക്തമാക്കി മാറ്റാനും ആഗ്രഹിക്കുമ്പോഴൊക്കെ സകല മഹാമാരികളെ കൊണ്ടും ഭൂമിയെ പീഡിപ്പിക്കാനും അവർക്ക് അധികാരമുണ്ട്. അവർ തങ്ങളുടെ സാക്ഷ്യം നിറവേറ്റി കഴിയുമ്പോൾ പാതാളത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് യുദ്ധം ചെയ്ത് അവരെ കീഴടക്കി കൊല്ലും. സോദോം എന്നും ഈജിപ്റ്റ് എന്നും പ്രതീകാർത്ഥത്തിൽ വിളിക്കുന്ന മഹാനഗരത്തിൻ്റെ തെരുവിൽ അവരുടെ മൃതദേഹങ്ങൾ കിടക്കും. അവിടെ വെച്ചാണ് അവരുടെ നാഥൻ ക്രൂശിക്കപ്പെട്ടത്. ജനതകളിലും ഗോത്രങ്ങളിലും ഭാഷകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവർ 3.5 ദിവസം അവരുടെ മൃതദേഹങ്ങൾ നോക്കി നിൽക്കും. മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ അവർ അനുവദിക്കുകയില്ല. ഭൂവാസികൾ അവരെക്കുറിച്ച് സന്തോഷിക്കും. ആഹ്ലാദം പ്രകടിപ്പിച്ച് അവർ അന്യോന്യം സമ്മാനങ്ങൾ കൈമാറും. കാരണം ഇവരാണ് ഭൂമിയിൽ വസിക്കുന്നവരെ പീഡിപ്പിച്ചിരുന്ന 2 പ്രവാചകന്മാർ. 3.5 ദിവസത്തിന് ശേഷം ദൈവത്തിൽ നിന്നുള്ള ജീവാത്മാവ് അവരിൽ പ്രവേശിച്ചു. അവരെഴുന്നേറ്റു നിന്നു. അവരെ നോക്കി നിന്നവർ വല്ലാതെ ഭയപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് വലിയ ഒരു സ്വരം തങ്ങളോട് ഇങ്ങനെ പറയുന്നത് അവർ കേട്ടു: ഇങ്ങോട്ട് കയറി വരുവിൻ. അപ്പോൾ ശത്രുക്കൾ നോക്കി നിൽക്കെ അവർ ഒരു മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി. ആ മണിക്കൂറിൽ വലിയ ഭൂകമ്പമുണ്ടായി. പട്ടണത്തിൻ്റെ 10-1 നിലം പതിച്ചു. മനുഷ്യരിൽ 7000 പേർ കൊല്ലപ്പെട്ടു. ശേഷിച്ചവർ ഭയവിഹുലരായി സ്വർഗസ്ഥനായ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവവചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, കാഹളമേന്തി ദൂതന്മാർ കാഹളം മുഴക്കി വിളിച്ചു വരുത്തുന്ന മഹാമാരികൾക്ക് മധ്യത്തിൽ 6-7 കാഹളങ്ങൾക്കിടയിൽ ഒരു ഇടവേള എന്ന പോലെയാണ് 2 പ്രധാന അടയാളങ്ങൾ വെളിപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിലാദ്യത്തേത് നമ്മൾ കണ്ടു. ചുരുളേന്തിയ ദൂതൻ, ആ ദൂതനിൽ നിന്ന് ചുരുൾ വാങ്ങി ഭക്ഷിക്കുന്ന ദർശനം ലഭിച്ച യോഹന്നാൻ. രണ്ടാമത്തേത് 2 സാക്ഷികളെക്കുറിച്ചാണ്. ദേവാലയവും അതിൻ്റെ ബലിപീഠവും അത് ആരാധിക്കുന്നവരെയും അളക്കണം. ദേവാലയത്തിൻ്റെ മുറ്റം അളക്കാതിടണം എന്ന് 11:1-2 നമ്മൾ കണ്ടു കഴിഞ്ഞു. ദൈവം നൽകുന്ന സംരക്ഷണമാണ് അളക്കൽ. സംരക്ഷണം ലഭിക്കാത്ത പീഡനങ്ങളാണ് മുറ്റം അളക്കാതിടുന്നത് എന്ന് നമ്മൾ കണ്ടു. ഇനി 2 സാക്ഷികളെക്കുറിച്ചാണ് ഇവിടെ പ്രത്യേകം പറയുന്നത്. ആരാണ് ഈ സാക്ഷികൾ? എന്താണ് ഈ സാക്ഷികളുടെ അർത്ഥം? എന്തിൻ്റെ പ്രതീകമാണിവർ എന്നതിനെക്കുറിച്ച് വ്യാഖ്യാതാക്കളുടെ ഇടയിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. കൃത്യമായൊരു ഉത്തരം, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഉത്തരം കണ്ടെത്തുക എളുപ്പമല്ല. 2 സാക്ഷികൾ, ഒരു കൂട്ടർ പറയും ഇത് പ്രതീകമായിട്ടാണ് കാണുന്നത്, ഒരു സിംബോളിക് പ്രസൻറ്റേഷൻ. എന്തിൻ്റെയാണ്? നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും. നിയമവും പ്രവാചകന്മാരുമാണ് സാക്ഷ്യം നൽകുന്നത്. യേശുവിന് സാക്ഷ്യം നൽകിയ നിയമവും പ്രവാചകന്മാരും. ഇപ്പോൾ നിയമവും പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ പഴയ നിയമം മുഴുവനുമാണ്. അപ്പോൾ പഴയ നിയമം മുഴുവനും യേശുവിന് സാക്ഷ്യം നൽകുന്നു എന്നതിൻ്റെ ഒരു ചിത്രീകരണമാണ് ഇത് എന്ന് ചുരുക്കം ചേര് പറയാറുണ്ട്. പക്ഷേ അത് സ്വീകരിക്കാൻ അധികം ആരും തയ്യാറാവുന്നില്ല. പക്ഷേ നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും പ്രതിനിധികളായി 2 വ്യക്തികളുണ്ട്, മോശയും ഏലിയായും. അപ്പോൾ പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വ്യക്തികൾ, യേശുവിന് സാക്ഷ്യം വഹിക്കാനായിട്ട് വന്ന നിയമത്തിൻ്റെ പ്രതിനിധിയും പ്രതീകവുമായ മോശയും പ്രവാചകന്മാരുടെ പ്രതീകമായ ഏലിയായും. യേശുവിൻ്റെ രൂപാന്തരീകരണ വേളയിൽ ഇവർ 2 പേരുമാണ് യേശുവിൻ്റെ കൂടെ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഇവിടെ പറയപ്പെടുന്ന 2 സാക്ഷികൾ മോശയും ഏലിയായുമാണെന്ന് കരുതുന്നവരുണ്ട്. അതിന് കാരണവുമുണ്ട്. കാരണം ഈ സാക്ഷികളെക്കുറിച്ച് പറയുന്നത് 1:5 വാക്യത്തിൽ ആരെങ്കിലും അവരെ ഉപദ്രവിക്കാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ ഇപ്രകാരം ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 1-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. രാജാവ് 50 പേരുടെ ഗണത്തെ നായകനോടൊപ്പം ഏലിയായുടെ അടുത്തേക്ക് അയച്ചു. അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ്.
മലമുകളിലിരുന്ന ഏലിയായോട് നായകൻ പറഞ്ഞു, ദൈവപുരുഷ, ഇറങ്ങി വരാൻ രാജാവ് കൽപ്പിക്കുന്നു. ഏലിയ പ്രതിവചിച്ചു, ഞാൻ ദൈവപുരുഷനാണെങ്കിൽ ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി നിന്നെയും നിന്റെ 50 പേരെയും ദഹിപ്പിച്ചു കളയട്ടെ. ആകാശത്തു നിന്ന് അഗ്നി ഇറങ്ങി അവരെ ദഹിപ്പിച്ചു. വീണ്ടും 50 പേരെ നായകനോടൊപ്പം രാജാവ് ഏലിയായുടെ അടുത്തേക്ക് അയച്ചു. നായകൻ ചെന്ന് അവനോട് പറഞ്ഞു, ദൈവപുരുഷ, ഇത് രാജാവിൻ്റെ കൽപ്പനയാണ്, വേഗം ഇറങ്ങി വരിക. ഏലിയ പറഞ്ഞു, ഞാൻ ദൈവപുരുഷനാണെങ്കിൽ ആകാശത്തു നിന്ന് അഗ്നി ഇറങ്ങി നിന്നെയും നിന്റെ 50 പേരെയും ദഹിപ്പിച്ചു കളയട്ടെ. ആകാശത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി അവരെ ദഹിപ്പിച്ചു. അപ്പോൾ ഇത് വ്യക്തമായൊരു സൂചനയാണ്. അവരുടെ വായിൽ നിന്ന് അഗ്നി പുറപ്പെടും, അവരുടെ വാക്കിൽ ദൈവത്തിൻ്റെ അഗ്നി പുറപ്പെട്ടു വന്നു, അവരെ ദഹിപ്പിച്ചു എന്നതാണ് സൂചന. അതിൻ്റെ പുറമെ മറ്റൊന്നുകൂടിയുണ്ട് ഏലിയയുമായി ബന്ധപ്പെടുത്തിയത്. തങ്ങളുടെ പ്രവചന ദിവസങ്ങളിൽ മഴ പെയ്യാതിരിക്കാൻ ആകാശം അടയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട്. ഇതും ഏലിയായോടുള്ള സൂചനയായിട്ട് കാണാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ഗിലെയാദിലെ തിഷ്ബയിൽ നിന്നുള്ള ഏലിയ പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണേ, വരും കൊല്ലങ്ങളിൽ ഞാൻ പറഞ്ഞാലല്ലാതെ മഴയോ മഞ്ഞോ പെയ്യുകയില്ല. അത് നിറവേറി. 3.5 വർഷത്തോളം ഇസ്രായേലിൽ മഴയുണ്ടായില്ല, മഞ്ഞ് പോലും പെയ്തില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളും ഏലിയായെക്കുറിച്ചുള്ള പരാമർശമാണെന്ന് തോന്നാം. മറ്റൊന്ന്, ജലാശയങ്ങളെ രക്തമാക്കി മാറ്റാനുള്ള അധികാരമാണ്. ഇത് നിയമങ്ങളുടെ പ്രത്യേകമായ നിയമദാതാവായ മോശയെക്കുറിച്ചുള്ള സൂചനയാണ് എന്ന് കരുതാനാവും. പുറപ്പാട് പുസ്തകം 7-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. കർത്താവ് പറയുന്നു, മോശ ഫറവോയോട് പറയുന്നതാണ്. കർത്താവ് പറയുന്നു, ഞാനാണ് കർത്താവ് എന്ന് ഇതിനാൽ നീ മനസ്സിലാക്കും. ഇതാ, എൻ്റെ കയ്യിലുള്ള വടികൊണ്ട് ഞാൻ നൈലിലെ ജലത്തിന്മേൽ അടിക്കും, ജലം രക്തമായി മാറും. തുടർന്ന് ജലം രക്തമായി മാറുകയും മത്സ്യങ്ങളെല്ലാം ചത്തൊടുങ്ങുകയും ചെയ്യുന്നതിൻ്റെ ചിത്രീകരണമാണ് പുറപ്പാട് പുസ്തകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ 2 സാക്ഷികൾ മോശയും ഏലിയായും ആണ് എന്ന് ചിന്തിക്കാൻ ന്യായമുണ്ട്. പക്ഷേ അത് മുഴുവനും ശരിയല്ല എന്ന് ബാക്കിയുള്ള വിവരണങ്ങൾ കാണും. തുടക്കത്തിൽ തന്നെ ചാക്കുടുത്ത് 1260 ദിവസം പ്രവചിക്കാൻ എൻ്റെ 2 സാക്ഷികൾക്ക് അനുവാദം കൊടുക്കും. എന്താണ് ചാക്കുടുത്ത് 1260 ദിവസം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ? ചാക്കുടുക്കുന്നത് പശ്ചാത്താപത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും അടയാളമാണ്. മോശ ഇങ്ങനെ ചാക്കുടുത്ത് നടന്നതായിട്ട് അല്ലെങ്കിൽ ഏലിയ ചാക്കുടുത്ത് നടന്നതായിട്ട് ബൈബിൾ ഒരിടത്തും പറയുന്നില്ല. അത് തന്നെയുമല്ല, 1260 ദിവസം എന്ന് പറയുന്നത് 3.5 വർഷമാണ്, 42 മാസമാണ്. ഇപ്പോൾ മോശയുടെയും ഏലിയായുടെയും പ്രവർത്തനകാലം ഈ കാലഘട്ടവുമായിട്ട് ഒരു തരത്തിലും പൊരുത്തപ്പെടുന്നില്ല. അത് തന്നെയുമല്ല, അവർ കൊല്ലപ്പെടുന്നു. പിന്നീട് പറയുന്ന കാര്യങ്ങളൊന്നും മോശയും ഏലിയായുമായി പൊരുത്തപ്പെടുന്നില്ല. മോശയെ ജനങ്ങൾ കൊന്നില്ല, ഏലിയായെയും കൊന്നില്ല. മോശ മരിച്ചടക്കപ്പെട്ടു, ഏലിയ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അപ്പോൾ ചില പ്രതീകങ്ങൾ മോശയും ഏലിയായുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിലും എല്ലാം പൂർണ്ണമായും ഇവിടെ നിറവേറുന്നില്ല. അതുകൊണ്ട് ഇത് മോശയും ഏലിയായുമല്ല എന്ന് വ്യക്തം. മറ്റൊരു സൂചന കൊടുക്കുന്നത് 4-ാമത്തെ വാക്യത്തിലാണ്. അവർ ഭൂമിയുടെ നാഥൻ്റെ മുമ്പിൽ നിൽക്കുന്ന 2 ഒലിവ് മരങ്ങളും 2 ദീപപീഠങ്ങളുമാണ്. ഇത് സഖറിയ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്കൊരു സൂചനയാണ്. ഒലിവ് മരങ്ങളും ദീപപീഠങ്ങളും അത് ജോഷുവ എന്ന പ്രധാന പുരോഹിതനെയും സെറുബാബേൽ എന്ന രാജകുമാരനെയും ആണ് ഉദ്ദേശിക്കുന്നത് എന്ന് കരുതുന്നവരുണ്ട്. സഖറിയയുടെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതും പൂർണ്ണമായും സ്വീകാര്യമല്ല. ഏതെങ്കിലും ചില പ്രതീകങ്ങൾ ഇവിടെ സ്വീകരിക്കാമെന്നുണ്ടെങ്കിലും മുഴുവനും പൂർണ്ണമാകുന്നില്ല. അതുകൊണ്ട് മറ്റൊരു വ്യാഖ്യാനം, 4-ാമത്തെ വ്യാഖ്യാനം, ഇത് പത്രോസും പൗലോസുമാണ്. അത് കുറേ കൂടി സ്വീകാര്യമായി തോന്നാം. അവർ കുറിച്ച് പറയുന്നത് നോക്കൂ. അവർ തങ്ങളുടെ സാക്ഷി നിറവേറ്റി കഴിയുമ്പോൾ പാതാളത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് യുദ്ധം ചെയ്ത് അവരെ കീഴടക്കി കൊല്ലും. സോദോം എന്നും ഈജിപ്ത് എന്നും പ്രതീകാർത്ഥത്തിൽ വിളിക്കുന്ന മഹാനഗരത്തിൻ്റെ തെരുവിൽ അവരുടെ മൃതദേഹം കിടക്കും. ഈ മഹാനഗരം റോമ ആണ് എന്ന് മനസ്സിലാക്കാനാവും. സോദോം എന്ന പ്രതീകാർത്ഥത്തിൽ ജെറൂസലമിനെയാണ് വിളിച്ചിരുന്നത്. പക്ഷേ ജെറൂസലം ഇന്ന് പ്രസക്തമല്ല വെളിപാട് പശ്ചാത്തലത്തിൽ. 90 ശേഷം പുസ്തകം എഴുതുന്ന വ്യക്തിക്ക് 70 നശിപ്പിക്കപ്പെട്ട ജെറൂസലവും പട്ടണവും പ്രസക്തമല്ല. അതുകൊണ്ട് ഈ മഹാനഗരം മറ്റൊന്നുമല്ല, റോമ തന്നെയാണ്. അപ്പോൾ റോമിൽ വെച്ച് കൊല്ലപ്പെട്ട 2 സാക്ഷികളാണ്, യേശുവിൻ്റെ സാക്ഷികളാണ് പത്രോസും പൗലോസും. അതുകൊണ്ട് പത്രോസും പൗലോസുമാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് കരുതുന്നവരുണ്ട്. പക്ഷേ ഇവിടെയും
അർത്ഥം നമുക്ക് പൂർണ്ണമായും കിട്ടുന്നില്ല. അപ്പോൾ നിയമവും പ്രവാചകന്മാരും എന്ന് പറഞ്ഞു, ജോഷുവായും സെറുബാബേലും എന്ന് പറഞ്ഞു, മോശയും ഏലിയായും എന്ന് പറഞ്ഞു, അവസാനം പത്രോസും പൗലോസും എന്ന് പറഞ്ഞു. ഇതും പൂർണ്ണമായി ശരിയാവുകയില്ല. പിന്നെ ആരാണ് ഈ സാക്ഷികൾ? ഈ സാക്ഷികൾ ആരാണെന്ന് നമ്മൾ ആദ്യത്തെ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നോക്കുക. 1260 ദിവസം അവർ പ്രസംഗിക്കണം. 1260 എന്നതൊരു പ്രതീകാല സംഖ്യയാണ്. 1260 മാസമാക്കുമ്പോൾ 42 മാസമാണ്. അതിന് 42 മാസം വർഷമാക്കുമ്പോൾ 3.5 വർഷം. അപ്പോൾ 3.5 വർഷം അല്ലെങ്കിൽ 42 മാസം 1260 ദിവസം ഇതൊരു പ്രതീകാത്മക സംഖ്യയാണ്. ഇതിനെ കൃത്യമായിട്ട് 3.5 വർഷം എന്ന് പറയാനാവില്ല. 3.5 വർഷം ദീർഘമായ പീഡനത്തിൻ്റെ കാലമാണ്. ഏലിയ പ്രവാചകന്റെ കാലം മുതലാണ് ഇങ്ങനെ ഒരു 3.5 വർഷത്തെക്കുറിച്ച് ചിന്തയുണ്ടാകുന്നത് തന്നെ. 3.5 വർഷം ഏലിയയുടെ കാലത്ത് മഴ പെയ്തില്ല. 3.5 വർഷത്തേക്ക് ദീർഘിച്ചു അന്തിയോക്കസ് എപ്പിഫാനസ് എന്ന് അറിയപ്പെടുന്ന അന്തിയോക്കസ് 4 ഇസ്രായേൽക്കാർക്കെതിരെ നടത്തിയ മതപീഡനം. 3.5 വർഷത്തേക്ക് ദീർഘിച്ചു നീറോയുടെ കാലത്തെ മതപീഡനം. അതുകൊണ്ട് 3.5 വർഷം ദീർഘമായ പീഡനത്തിൻ്റെ കാലമാണ്. സാക്ഷികൾ അവർ ചാക്കുടുത്താണ് സാക്ഷ്യം വഹിക്കുക. ചാക്കുടുത്ത് പശ്ചാത്താപത്തിൻ്റെ അരൂപിയിൽ സാക്ഷ്യം വഹിക്കുന്ന ഈ 2 സാക്ഷികൾ അതേതെങ്കിലും ഒറ്റപ്പെട്ട 2 വ്യക്തികളല്ല, അത് സമൂഹം മുഴുവനുമാണ്. അഥവാ യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന സഭയുടെ പ്രതീകമാണ് ഈ 2 സാക്ഷികൾ. 2 പേരുടെ സാക്ഷ്യമേ സ്വീകാര്യമാവുകയുള്ളൂ. ഒരാൾ മാത്രം പറഞ്ഞാൽ അത് സ്വീകാര്യമാവുകയില്ല. 2 പേരുടെ സാക്ഷ്യം കൂടാതെ ആരും ഒരു സത്യം സ്ഥിരീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് ബൈബിൾ പറയുന്നുണ്ട്. യേശു ശിഷ്യന്മാരെ പറഞ്ഞയച്ച് ഈ 2 പേരായിട്ടാണ് സുവിശേഷം പ്രസംഗിക്കാനായിട്ട്. കാരണം ഒരാളുടെ വാക്കിന് മറ്റൊരാൾ സാക്ഷി നൽകണം. അപ്പോഴിങ്ങനെ 2 പേര് ചാക്കുടുത്ത് 1260 ദിവസം പ്രസംഗിക്കുന്ന സാക്ഷ്യം വഹിക്കുന്നത് യേശുവിൻ്റെ സുവിശേഷം ലോകത്തെല്ലായിടത്തും മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി പ്രസംഗിക്കുന്നതിൻ്റെ ഒരു ചിത്രീകരണമാണ്. അപ്പോൾ ഈ 2 സാക്ഷികൾ കൃത്യമായ 2 പേരല്ല, യേശുവിൻ്റെ മുഴുവനും ശിഷ്യസമൂഹമാണ്. ഈ ശിഷ്യസമൂഹം നേരിടുന്ന പ്രതിസന്ധികളും അവർക്കുണ്ടാകുന്ന എതിർപ്പുകളുമൊക്കെയാണ് ഇവിടെ കൃത്യമായിട്ട് എടുത്തു പറയുക. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സാക്ഷികളെയും ഇവിടെയും പ്രതീകങ്ങൾ എടുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശിഷ്യരെ സാക്ഷികളായി അവതരിപ്പിക്കുകയാണ് ചെയ്യുക. 7-ാമത്തെ വാക്യത്തിൽ അവർ തങ്ങളുടെ സാക്ഷി നിറവേറ്റി കഴിയുമ്പോൾ പാതാളത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് യുദ്ധം ചെയ്യും. ഈ പാതാളത്തിൽ നിന്ന് കയറി വരുന്ന മൃഗത്തെക്കുറിച്ച് 12-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം 13-ാമത്തെ അധ്യായത്തിൽ സൂചനയുണ്ട്. പാതാളത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം 13-ാമത്തെ അധ്യായത്തിലാണ് പൂർണ്ണമായും വിവരിക്കുക. 12-ാമത്തെ അധ്യായത്തിൽ പ്രത്യക്ഷപ്പെടുന്ന സർപ്പത്തിൻ്റെ പിണിയാളായിട്ട് വരുന്ന മൃഗം, ഈ മൃഗം സാമ്രാജ്യത്തിൻ്റെ പ്രതീകമാണ്. നമ്മൾ കാണും റോമാ സാമ്രാജ്യത്തിൻ്റെ തന്നെ പ്രതീകമായിട്ടാണ് ഈ പാതാളത്തിൽ നിന്നല്ലെങ്കിൽ കടലിൽ നിന്ന് കയറി വരുന്ന മൃഗത്തെ സൂചിപ്പിക്കുക. ഇപ്പോഴേ പുസ്തകം എഴുതുന്ന കാലഘട്ടത്തിൽ റോമാ സാമ്രാജ്യത്തിൽ പീഡനമേൽക്കുകയും ആ പീഡന മധ്യത്തിൽ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്യുന്ന ശിഷ്യ സമൂഹം തന്നെയാണ് ഈ സാക്ഷികൾ, മറ്റാരുമല്ല. ഈ സാക്ഷികൾക്ക് സംഭവിക്കുന്നതാണെന്ന് നോക്കൂ. അവർ തങ്ങളുടെ സാക്ഷ്യം നിറവേറ്റി കഴിയുമ്പോൾ ഈജിപ്ത് എന്നും സോദോമെന്നും പ്രതീകാർത്ഥത്തിൽ വിളിക്കുന്ന നഗരത്തിൻ്റെ തെരുവിൽ അവരുടെ മൃതദേഹം കിടക്കും. അപ്പോൾ പീഡിപ്പിക്കപ്പെടുന്ന ജനം, വധിക്കപ്പെടുന്നവർ, രക്തസാക്ഷികൾ, മൃതദേഹം സംസ്കരിക്കാതെ കിടക്കുന്നത് തന്നെ ഏറ്റവും വലിയ അവഹേളനമാണ്. കൊല്ലുന്നത് ശിക്ഷയാണ്, അതിനേക്കാൾ വലിയ ശിക്ഷയാണ് കൊന്നിട്ടും ശവത്തെ കൂടി അവഹേളിക്കുന്നത്. ഇങ്ങനെ ക്രിസ്ത്യാനികൾ നേരിടുന്ന വലിയ പീഡനത്തിൻ്റെ ഒരു ചിത്രം ആദ്യം. ലോകം എന്താണ് അവരോട് ചെയ്യുന്നത്, രാഷ്ട്രം എന്താണ് അവരോട് ചെയ്യുന്നത്, റോമാ സാമ്രാജ്യം എന്താണ് വിശ്വാസത്തോട് ചെയ്യുന്നത്, അതാണ് ഈ കൊന്ന് സംസ്കരിക്കാതെ ഇടുക. അത് 3.5 വർഷത്തേക്ക് ദീർഘിക്കുന്നു. അപ്പോൾ ലോകമുള്ളിടത്തോളം കാലം ഈ മതപീഡനവും തുടർന്നുകൊണ്ടിരിക്കും എന്നാണ് ഈ സൂചന. 3.5 ദിവസം കഴിയുമ്പോൾ, അതിനു മുമ്പ് തന്നെ ഭൂവാസികൾ അവരെക്കുറിച്ച് സന്തോഷിക്കും. മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കാതെ ഭൂവാസികൾ അവരെക്കുറിച്ച് സന്തോഷിക്കും. യേശുവിൻ്റെ ശിഷ്യന്മാരെ കൊല്ലുന്നതിൽ സന്തോഷിക്കുന്ന സമ്മാനങ്ങൾ കൈമാറുന്നവരെക്കുറിച്ച് യേശു തന്നെ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ. നിങ്ങൾക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കേണ്ടതിനാണ് ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞത്. അവർ നിങ്ങളെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കും. നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു. യേശുവിന് ശിഷ്യന്മാരെ കൊല്ലുക ഒരു ദിവ്യമായ ദൗത്യമായി കരുതിയവരുണ്ട്. യഹൂദരുണ്ട്, ആ കൂട്ടത്തിൽ യഹൂദരല്ലാത്തവരുണ്ട്. അപ്പോൾ ശിഷ്യന്മാരെ കൊല്ലുന്നവർ സന്തോഷിക്കും. എന്താണ് സന്തോഷിക്കുന്നതിൻ്റെ കാരണം? അവർ സന്തോഷിച്ച് ആഹ്ലാദം പ്രകടിപ്പിച്ച് അന്യോന്യം സമ്മാനം കൈമാറും. കാരണം ഇവരാണ് ഭൂമിയിൽ വസിക്കുന്നവരെ പീഡിപ്പിച്ചിരുന്ന 2 പ്രവാചകന്മാർ. എങ്ങനെയാണ് പ്രവാചകന്മാർ മനുഷ്യരെ പീഡിപ്പിക്കുക? പ്രവാചകന്മാർ പീഡിപ്പിക്കപ്പെടുന്നു എന്നാണ് നമ്മൾ സാധാരണ കേൾക്കുക. പ്രവാചകന്മാർ പീഡിപ്പിക്കുന്ന മറ്റൊരു രീതിയിലാണ്. ഇതൊരു മാനസികമായ പീഡനമാണ്.
ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ആരെങ്കിലും എൻ്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ, എനിക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കാത്ത വിധത്തിൽ ഞാൻ പിടിക്കപ്പെടുമ്പോൾ, തീർച്ചയായിട്ടും എനിക്കിത് വലിയ പീഡനമാകും. ഞാൻ ശരിയാണെന്ന് കരുതി അല്ലെങ്കിൽ ശരിയാണെന്ന് ധരിച്ച് ശരിയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങൾ തെറ്റാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തുമ്പോൾ, ഞാൻ മനസ്സ് തിരിയണം അല്ലെങ്കിൽ എനിക്ക് ശിക്ഷയുണ്ടാകും എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്ന വ്യക്തികൾ എന്നെ പീഡിപ്പിക്കുന്നവരാണ്. മാനസികമായ പീഡനമാണ്. ഈ പീഡനമാണ് പ്രവാചകന്മാർ ചെയ്യുന്നത്. ദാവീദിനോട് നാഥാൻ ചെയ്തതുപോലെ, ആ മനുഷ്യൻ നീ തന്നെ എന്ന് മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി പറഞ്ഞ നാഥാൻ ദാവീദിനെ യഥാർത്ഥത്തിൽ പീഡിപ്പിക്കുകയായിരുന്നു. ആ പീഡനമാണ് ദാവീദിന് രക്ഷാകരമായി തീർന്നത്. മാനസാന്തരപ്പെടുന്നവർക്ക് ഇപ്രകാരമുള്ള മാനസിക പീഡനം രക്ഷണീയമായി തീരുന്നു. പക്ഷേ മാനസാന്തരപ്പെടാൻ തയ്യാറാകാത്തവർ, അത് സോളമൻ്റെ കാലത്ത് കാണും. സോളമനെ താക്കീത് ചെയ്യാൻ വന്നവരെ സോളമൻ വകവരുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഒന്നുകിൽ പ്രവാചകൻ്റെ വചനം സ്വീകരിച്ചു മാനസാന്തരപ്പെടാം, അല്ലെങ്കിൽ മാനസാന്തരത്തിന് ആഹ്വാനം ചെയ്യുന്ന പ്രവാചകനെ വധിക്കാം. ഇന്നും ഇത് തന്നെ സംഭവിക്കാം. ലോക ശക്തികൾ ഇന്ന് വരുത്തി വയ്ക്കുന്ന വലിയ വിനയെക്കുറിച്ച് പ്രവാചക വീക്ഷണത്തോടെ, പ്രവാചക ധീരതയോടെ പ്രസംഗിക്കുന്ന, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരുപാട് സാമൂഹിക പ്രവർത്തകരുണ്ട്, മത നേതാക്കളുണ്ട്, സാമൂഹ്യ പ്രവർത്തകർ, പരിഷ്കർത്താക്കളുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ ആഡംബര ജീവിതത്തിന് അല്പം പോലും കുറവ് വരുത്താൻ സമ്മതിക്കാത്തവർ ഇപ്രകാരം തങ്ങളുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നവരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുകയാണല്ലോ പലപ്പോഴും ചെയ്യുക. അവരെ, ഭൂമിയിൽ വസിക്കുന്നവരെ പീഡിപ്പിച്ചിരുന്നു. ഭൂമിയിൽ വസിക്കുന്നവർ എന്നതും വെളിപാട് പുസ്തകത്തിൽ ഒരു പ്രത്യേക പദപ്രയോഗമാണ്. ദൈവത്തെ തിരസ്കരിക്കുന്ന, ദൈവജനത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, പീഡിപ്പിക്കുന്ന, മാനസാന്തരപ്പെടാത്ത വ്യക്തികളെയാണ് ഭൂമിയിൽ വസിക്കുന്നവർ എന്ന് പറയുക. യഹൂദർ എന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ കാണുന്ന ഒരു പ്രയോഗം പോലെ ഭൂമിയിൽ വസിക്കുന്നവരെ പീഡിപ്പിച്ചിരുന്ന രണ്ട് പ്രവാചകന്മാർ. 3.5 ദിവസത്തിന് ശേഷം ദൈവത്തിൽ നിന്നുള്ള ജീവാത്മാവ് അവരിൽ പ്രവേശിച്ചു. ഒരു ഭാഗത്ത് അവർക്കുണ്ടാകുന്ന പീഡനം, തിരസ്കരണം. പക്ഷേ ദൈവം അവരെ ഉപേക്ഷിക്കുന്നില്ല. ഇപ്രകാരം പീഡനത്തിനിരയാകുന്നവരെ ദൈവം തന്നെ സ്വീകരിക്കും. സന്തോഷിക്കുവിൻ, ആഹ്ലാദിച്ച് കുതിച്ചു ചാടുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ സമ്മാനം വലുതായിരിക്കും എന്ന് മലയിലെ പ്രസംഗത്തിൻ്റെ വേളയിൽ അഷ്ടഭാഗ്യങ്ങളുടെ അവസാനത്തിൽ യേശു പറയുകയുണ്ടായി. പീഡിപ്പിക്കപ്പെടുമ്പോൾ സന്തോഷിക്കുക. കാരണം യേശുവിനോടുകൂടി, യേശുവിന് വേണ്ടി ജീവൻ ത്യജിക്കുന്നവർ യേശുവിനോടുകൂടി ഉയർപ്പിക്കപ്പെടും. ദൈവത്തിൽ നിന്നുള്ള ജീവാത്മാവ് അവരിൽ പ്രവേശിച്ചു. അവർ എഴുന്നേറ്റ് നിന്നു. അവരെ നോക്കി നിന്നവർ വല്ലാതെ ഭയപ്പെട്ടു. അപ്പോൾ ഈ സംരക്ഷണം ഒരു ഭയത്തിന് കാരണമായി തീരുന്നു. തങ്ങൾ ചെയ്ത് തെറ്റായിരുന്നുവെന്ന് അവർക്കൊരു ബോധ്യമുണ്ടാകുന്നു. സ്വർഗത്തിൽ നിന്നൊരു വലിയ സ്വരം തങ്ങളോട് ഇങ്ങനെ പറയുന്നവർ കേട്ടു, ഇങ്ങോട്ട് കയറി വരുവിൻ. അപ്പോൾ ശത്രുക്കൾ നോക്കി നിൽക്കെ അവർ ഒരു മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി. മനുഷ്യദൃഷ്ടിയിൽ ബലഹീനമാണ് സഭ. മനുഷ്യദൃഷ്ടിയിൽ സ്വയം സംരക്ഷിക്കാൻ കഴിവില്ലാത്തവരാണ് യേശുവിൻ്റെ അനുയായികൾ, ക്രിസ്ത്യാനികൾ, പ്രവാചക ഗണം. പക്ഷേ അവരെ സംരക്ഷിക്കുന്ന ദൈവമാണ്. എവിടെ ക്രിസ്തുമതം, ക്രിസ്തു വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുന്നുവോ, എവിടെ ക്രിസ്ത്യാനികളുടെ രക്തം ചിന്തപ്പെടുന്നുവോ, അവിടെ ദൈവത്തിൻ്റെ സംരക്ഷണവും പ്രവർത്തനവും പ്രത്യേകമായി അനുഭവപ്പെടുന്നുണ്ട്. അത് ആദ്യ നൂറ്റാണ്ട് മുതൽ ഈ 21-ാം നൂറ്റാണ്ട് വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇങ്ങോട്ട് കയറി വരുവിൻ, ദൈവം നിങ്ങളെ സ്വന്തമായി സ്വീകരിക്കുകയാണ്. അപ്പോൾ യേശുവിന് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തുന്ന വ്യക്തികളെ യേശു തന്നെ സ്വീകരിക്കും. ദൈവം അവരെ ഉയർപ്പിക്കും, സ്വർഗത്തിലേക്ക് സംവഹിക്കും. ഇന്ന് നീ എന്നോടുകൂടി പർദീസായിലായിരിക്കും എന്ന് പറഞ്ഞ കർത്താവ് അവരെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കും. മേഘത്തിൽ അവർ കയറിപ്പോകുന്നത് യേശുവിൻ്റെ സ്വർഗാരോഹണം പോലെയാണ്. അപ്പോൾ യേശുവിന് വേണ്ടി യേശുവിനോട് കൂടെ മരിക്കുന്നവർ യേശുവിനെ പോലെ ഉയർപ്പിക്കപ്പെടും, യേശുവിനെ പോലെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടും എന്ന വാഗ്ദാനമാണ് ഇവിടെ കാണുക. ആ മണിക്കൂറിൽ വലിയ ഭൂകമ്പമുണ്ടായി. പട്ടണത്തിൻ്റെ 10-1 നിലംപതിച്ചു. മനുഷ്യരിൽ 7000 പേർ കൊല്ലപ്പെട്ടു. ഇതൊരു വലിയ അടയാളമാണ്. എല്ലാം ഇപ്പോൾ തീരുമെന്ന് തോന്നും. പക്ഷേ പട്ടണത്തിൻ്റെ 10-1 നിലംപതിച്ചിട്ടുള്ളൂ. ഇനിയും എല്ലാം പൂർണ്ണമായിട്ടില്ല. മനുഷ്യരിൽ 7000 പേർ കൊല്ലപ്പെട്ടു. ഒരു വലിയ സംഭവമാണെങ്കിലും ഇനിയും മരിക്കാതെ അനേക ലക്ഷങ്ങളും കോടികളുമുണ്ട്. ശേഷിച്ചവർ ഭയവിഹ്വലരായി സ്വർഗസ്ഥനായ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇത് 2 തരത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട്. ഈ വലിയ സംഭവം കണ്ട് ഭയന്നവർ മാറത്തടിച്ച് നിലവിളിക്കുന്നവരെ പോലെയാകാം. അവർ മാനസാന്തരപ്പെട്ടു എന്ന് കരുതുന്നവരുണ്ട്. അല്ല, ഭയപ്പെട്ടു നിൽക്കുകയാണ് എന്ന് കരുതുന്നവരുമുണ്ട്. മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നതാണ് അധിക പങ്കും സ്വീകാര്യമായി തോന്നുന്നത്. പക്ഷേ വെളിപാട് പുസ്തകത്തിൻ്റെ പൊതുവായ നീക്കത്തിൽ ഇപ്രകാരം ഒരു മാനസാന്തരം കാണുന്നില്ല. ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഇത് നിൽക്കും. അതുകൊണ്ട് ഒരുപക്ഷെ ഭയവിഹ്വലരായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മാനസാന്തരത്തിൻ്റെ അടയാളമല്ല. ദൈവത്തിൻ്റെ മഹത്വം ഈ തിന്മ ഉന്മൂലനം ചെയ്യുന്നതിലൂടെ, തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടുന്നതിലൂടെ പ്രകടമാകുന്നു എന്നായിരിക്കാം അർത്ഥം. അടുത്തത് 7ാമത്തെ കാഹളമാണ്. 2ാമത്തെ ദുരിതം കടന്നുപോയി. ഇതാ 3ാമത്തെ ദുരിതം വരുന്നു. ആദ്യത്തേത് പൈശാചികമായ
ദുരന്തങ്ങളായിരുന്നു. ഇവിടെ ഭൂകമ്പം പോലെ ഉണ്ടായ ദുരന്തങ്ങൾ. മൂന്നാമത്തെ ദുരന്തം വരുന്നത് 18-ാമത്തെ അധ്യായത്തിലാണ്, മഹാനഗരത്തിൻ്റെ പതനം. അതിനു മുമ്പ് ഇനിയും സംഭവിക്കാനുണ്ട് ഏറെ കാര്യങ്ങൾ. 7-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് വലിയ സ്വരങ്ങളുണ്ടായി. ലോകത്തിൻ്റെ ഭരണാധികാരം നമ്മുടെ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റേതുമായിരിക്കുന്നു. അവിടുന്ന് എന്നേക്കും ഭരിക്കും. ഇപ്പോഴേ കാഹളങ്ങൾ ഊതാൻ തുടങ്ങുന്നതിന് മുമ്പുണ്ടായ അതുപോലെ ഒരു സ്വർഗീയ ദർശനം. സ്വർഗത്തിൽ സ്തുതി കീർത്തനങ്ങൾ ആലപിക്കുന്നു. ഇവിടെ ചോദ്യം ഇതാണ്: ആരാണ് ഈ ഭൂമിയുടെ അധിപതി? ചക്രവർത്തിയാണെന്ന് റോമ ഭരണാധികാരി സ്ഥാപിക്കാൻ ശ്രമിച്ചു. പക്ഷേ യഥാർത്ഥ ഭരണാധികാരി ചക്രവർത്തിയല്ല, ദൈവം തന്നെയാണ്. ലോകത്തിൻ്റെ ഭരണാധികാരം നമ്മുടെ കർത്താവിൻ്റേതും അവിടുത്തെ അഭിഷിക്തൻ്റേതുമായിരിക്കുന്നു. മലാഖ് യാഹ്വേ എന്ന് പറയും. ദൈവം രാജാവായിരിക്കുന്നു. ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ സംസ്ഥാപിതമാകുന്നു. ഇപ്പോൾ രാജ്യത്വം, അധികാരം ദൈവത്തിൻ്റേതാണ്. ദൈവം നൽകുന്ന ദൈവത്തിൻ്റെ അധീനതയിൽ കീഴിൽ ദൈവത്തെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ മറ്റേത് രാഷ്ട്രീയ അധികാരികൾക്കും അവകാശമുള്ളൂ, അധികാരമുള്ളൂ എന്ന് സൂചിപ്പിക്കുക. അവിടുന്ന് എന്നേക്കും ഭരിക്കും. ഇപ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തിന് അറുതി ഉണ്ടാവുകയില്ല. അപ്പോൾ ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിലിരിക്കുന്ന ശ്രേഷ്ഠന്മാർ സാഷ്ടാംഗം പ്രണമിച്ചു. അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു: ആയിരുന്നവനും ആയിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ഈ വിശേഷണങ്ങളെല്ലാം. എന്താണ് നന്ദി പറയാൻ കാരണം? കർത്താവെ, അങ്ങ് വലിയ ശക്തി പ്രയോഗിക്കാനും ഭരിക്കാനും തുടങ്ങിയല്ലോ. സൃഷ്ടികർമ്മത്തിൻ്റെ പേരിൽ പിതാവിനെ സ്തുതിച്ചു, രക്ഷണീയ കർമ്മത്തിൻ്റെ പേരിൽ യേശുവിനെ സ്തുതിച്ചു. ഇപ്പോൾ ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കാൻ തുടങ്ങുന്നതിനെ കുറിച്ചാണ് ദൈവത്തെയും പിതാവിനെയും പുത്രനെയും സ്തുതിക്കുക. അങ്ങ് വലിയ ശക്തി പ്രയോഗിക്കാൻ ഭരിക്കാനും തുടങ്ങിയല്ലോ. ജനതകൾ രോഷാകുലരായി, അങ്ങയുടെ ക്രോധം സമാഗതമായി. മരിച്ചവരെ വിധിക്കാനും അങ്ങയുടെ ദാസരായ പ്രവാചകന്മാർക്കും വിശുദ്ധർക്കും അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്ന ചെറിയവർക്കും വലിയവർക്കും പ്രതിഫലം നൽകാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ ഉന്മൂലനം ചെയ്യാനുമുള്ള സമയവും സമാഗതമായി. അവസാനത്തെ വാക്യം പ്രത്യേകം ശ്രദ്ധിക്കുക: ഭൂമിയെ നശിപ്പിക്കുന്നവരെ ഉന്മൂലനം ചെയ്യുക. മനുഷ്യൻ്റെ പാപം ഭൂമിയെ നശിപ്പിക്കുന്നു എന്ന് നമ്മൾ ആരംഭം മുതലേ കാണും. നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. പക്ഷേ ഈ ഭൂമിയെ കൂടുതൽ ചൂഷണം ചെയ്യുകയും മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ മലിനമാക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ എന്നത്തേക്കാൾ കൂടുതലായി ഈ 20-21 നൂറ്റാണ്ടുകളിൽ വർദ്ധിച്ചിട്ടുണ്ട്, വികസിച്ചിട്ടുണ്ട്. പരിഷ്കാരം, വികസനം എന്നൊക്കെ പേരിൽ മനുഷ്യൻ വരുത്തിവെക്കുന്ന ദുരന്തങ്ങൾക്ക് അറുതിയില്ല എന്ന് തോന്നും. വായുവും വെള്ളവും മണ്ണും എല്ലാം മലിനമാക്കി, ശ്വസിക്കാൻ ശുദ്ധവായു പോലും കിട്ടാത്ത രീതിയിൽ, കുടിക്കാൻ ശുദ്ധവെള്ളമില്ലാത്ത രീതിയിൽ ഭൂമിയെ നശിപ്പിക്കുന്നവരെ ഉന്മൂലനം ചെയ്യാനുള്ള സമയം സമാഗതമായി എന്നാണ് പറയുക. വളരെ മൂർച്ചയേറിയ വാക്കുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായി ഈ പ്രപഞ്ചത്തെ ചൂഷണം ചെയ്ത് നശിപ്പിക്കുന്നവർക്ക് വരുന്നത് ഭീകരമായ ശിക്ഷാവിധിയായിരിക്കും. അത് ആസന്നമായിരിക്കുന്നു എന്ന് ഇവിടെ എടുത്തു പറയുന്നു. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു. അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി. ദൈവത്തിൻ്റെ ആലയം, ദേവാലയം നമുക്കറിയാം, ജെറൂസലം ദേവാലയമല്ല. ജെറൂസലം ദേവാലയത്തിൻ്റെ രീതിയിലാണ് സ്വർഗത്തെ കണ്ടിരുന്നത്. അപ്പോൾ ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്താണ് പേടകം, ഉടമ്പടിയുടെ പേടകം സൂക്ഷിച്ചിരുന്നത്. അത് വലിയ തിരശീലയിട്ട് മറച്ചിരുന്നതായിരുന്നു. ഇപ്പോൾ ഈ വാഗ്ദാന പേടകം കാണത്തക്ക രീതിയിൽ എല്ലാം തുറക്കുന്നു. യേശുവിൻ്റെ മരണത്തിൻ്റെ അവസരത്തിൽ ദേവാലയ വിരി രണ്ടായി കീറി, അതിൻ്റെ സൂചനയാണ്. ഇവിടെ ദേവാലയത്തിൽ വാഗ്ദാന പേടകം തന്നെ പ്രത്യക്ഷപ്പെടുന്നു. വാഗ്ദാന പേടകം ഉടമ്പടിയുടെ അടയാളമാണ്. അപ്പോൾ ദൈവം തൻ്റെ ഉടമ്പടി അനുസരിച്ച് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നു. ഉടമ്പടിയുടെ പ്രമാണമനുസരിച്ച് ജീവിക്കുന്നവരെ സമ്മാനിതരാക്കുന്നു, നിത്യജീവൻ നൽകി അനുഗ്രഹിക്കുന്നു. അല്ലാത്തവർക്ക് നിത്യമായ ശിക്ഷ സംഭവിക്കാൻ പോകുന്നു. അപ്പോൾ വലിയ ഭീകരമായ ശിക്ഷ ആസന്നമായിരിക്കുന്നു എന്ന സൂചനയാണ് ഈ വാഗ്ദാന പേടകം ദൃശ്യമാകുന്നതിലൂടെ നമുക്ക് നൽകുന്നത്. മിന്നൽപ്പിണരുകളും ഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും വലിയ ഭൂകമ്പവും കന്മഴയും ഉണ്ടായി. കാഹളം മുഴക്കാൻ തുടങ്ങിയതുപോലെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, യേശുക്രിസ്തുവിലൂടെ അങ്ങ് നൽകിയ രക്ഷയുടെ സന്ദേശം ലോകത്തെല്ലായിടത്തും എത്തിക്കാൻ അവിടുന്ന് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. ഇന്നും അങ്ങയുടെ ഈ ദൗത്യം ഞങ്ങൾ തുടരുകയാണ്. കർത്താവേ, അങ്ങയുടെ ദൗത്യം തുടരുന്നതിൽ, സുവിശേഷം പ്രഘോഷിക്കുന്നതിൽ ക്ലേശങ്ങളും ദുഃഖങ്ങളും നേരിടുമ്പോൾ, പീഡനങ്ങളും എതിർപ്പുകളും ഒറ്റപ്പെടുത്തലുകളും ഒറ്റിക്കൊടുക്കലുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ മനസ്സു തളരാതെ അങ്ങ് നൽകുന്ന ശക്തിയിൽ ആശ്രയിച്ച് അങ്ങ് നൽകുന്ന വാഗ്ദാനത്തിൽ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകാനുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ.
അങ്ങ് ഞങ്ങളെ തനിയെ വിട്ടിരിക്കുകയല്ല, എപ്പോഴും കൂടെയുണ്ട് എന്നുള്ള ബോധ്യം അവിടെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.